Dear students, for the third semester, we learn Introduction to Political Science as the complementary course. We have discussed some of the topics already. In the previous class, we had been discussing of democracy. What is democracy? And what are the types of democracy? And today, we discuss about the basic postulates of democracy. ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ. ഒരു ജനാധിപത്യമാണെങ്കിൽ എന്തെല്ലാം അടിസ്ഥാന പ്രമാണങ്ങൾ ഉണ്ടായിരിക്കണം? അവിടെ 5 അടിസ്ഥാന പ്രമാണങ്ങൾ ജനാധിപത്യത്തിന് അനിവാര്യമാണ്. ദ ഫസ്റ്റ് വൺ, ദറ്റ് ഈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ. സെക്കൻഡ് വൺ, എ ഫ്രീ ലെജിസ്ലേറ്റീവ് ബോഡി ടു മേക്ക് ലോസ് ആൻഡ് എ ഗവൺമെൻറ് based on democratic order. Third one, limited government. Fourth one, socio-economic checks and balances. And last one, that is political modernization and political acculturation. So let us see each postulate in detail. The first one, that is government of the people. ജനങ്ങളുടെ ഭരണകൂടം. ഡെമോക്രസി ഇംപ്ലൈസ് ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ ത്രൂ ദെയർ ചോസൺ റെപ്രസെൻറ്റേറ്റീവ്സ്. ആസ് വി ഹാവ് സീൻ ഇൻ ദ പ്രീവിയസ് ക്ലാസ്, ദർ ആർ 2 types ഓഫ് ഡെമോക്രസി: direct democracy and indirect democracy. And in the modern era, in most of the countries, indirect democracy prevail. So the system is that the people choose their representatives and through them they rule the country. That is what representative democracy or indirect democracy. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഗവൺമെൻറ് ആയിരിക്കണം, ജനങ്ങളുടെ ഭരണകൂടമായിരിക്കണം. ദ സിസ്റ്റം ഓഫ് ഇൻഡിറക്റ്റ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി മീൻസ് ദാറ്റ് representatives chosen by the people act on their behalf as watchdogs over the government. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് അവർ ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. ഇൻ ദ സിസ്റ്റം, ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ ടേക്ക് പ്ലേസ് പീരിയോഡിക്കലി ടു എനേബിൾ ദ പീപ്പിൾ ടു എക്സസൈസ് ദെയർ ഫ്രാഞ്ചൈസ് ത്രൂ സീക്രട്ട് ബാലറ്റ്സ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൽ, ജനാധിപത്യ സംവിധാനത്തിൽ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഒരു സ്വതന്ത്രമായ ഒരു ഇലക്ഷൻ സംവിധാനം, ഒരു തിരഞ്ഞെടുപ്പ് സംവിധാനം, ജനങ്ങൾക്ക് അവരുടെ അധികാരം കൈമാറുവാനുള്ളൊരു സംവിധാനം രഹസ്യ ബാലറ്റിലൂടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമതായി ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണമെന്ന് പറയുന്നത് ഭരണകൂടം അത് ജനങ്ങളുടേതാണ്, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടമായിരിക്കണം. 2, എ ഫ്രീ ലെജിസ്ലേറ്റീവ് ബോഡി ടു മേക്ക് ലോസ് ആൻഡ് എ ഗവൺമെൻറ് ബേസ്ഡ് ഓൺ ഡെമോക്രാറ്റിക് ഓർഡർ. ഏതൊരു ജനാധിപത്യ സംവിധാനത്തിലും അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ്റിലും 3 വിഭാഗങ്ങളുണ്ടാവും. ഈ 3 കൂടിയതിനെയാണ് ഭരണകൂടമെന്ന് പറയുക: ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പോൾ ഏത് ഭരണ സംവിധാനം, വെദർ ഇറ്റ് ഈസ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് ഓർ ഓട്ടോക്രാറ്റിക് ഗവൺമെൻറ്, വാട്ട് എവർ ഇറ്റ് മേ ബി, ബട്ട് ദർ ഷുഡ് ബി എ ഗവൺമെൻറ് ആൻഡ് ഈച്ച് ഗവൺമെൻറ് ഷുഡ് ഹാവ് 3 organs: legislature, executive and judiciary. In an autocratic form of government, we see the power of the government is concentrated in a person or in a body of persons. So the powers of these 3 organs, legislature, executive and judiciary, may be concentrated. But in democracy, ഈ ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണ സംവിധാനത്തിൻ്റെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും അധികാരങ്ങൾ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിയമനിർമ്മാണ സംവിധാനത്തിന് സ്വതന്ത്രമായ സംവിധാനം ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു അധികാരം വികേന്ദ്രീകരണമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുക. അപ്പോൾ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഫ്രീ ലെജിസ്ലേറ്റീവ് ബോഡി ഉണ്ടായിരിക്കണം, ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നൊരു നിയമനിർമ്മാണ സംവിധാനം ഉണ്ടായിരിക്കണം. ആൻഡ് ആ ഒരു സംവിധാനത്തിലൂടെ ഭരണനിർവഹണ വിഭാഗം അതനുസരിച്ചായിരിക്കണം പ്രവർത്തിക്കേണ്ടത്. സോ ലെജിസ്ലേച്ചർ വിൽ മേക്ക് ലോസ്
and the executive will execute the laws which are made by the legislature. അപ്പോൾ ഒരിക്കലും അധികാരം കേന്ദ്രീകരിക്കപ്പെടുന്നില്ല ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. മൂന്നാമതായി ലിമിറ്റഡ് ഗവൺമെൻറ്റാണ്. അതൊരു നിയന്ത്രിതമായ ഭരണകൂട സംവിധാനമാണ്. അധികാരം ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല. നമ്മൾ കണ്ടു, as we have seen that every government should have 3 departments or 3 organs: legislature, executive and judiciary. These powers of these 3 departments should not be concentrated. Each department should be free to act. So each department is free in its own sphere. അതിൻ്റെ ഏരിയ ഓഫ് ആക്ടിവിറ്റിയിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സ്വതന്ത്രമായിരിക്കണം. എങ്കിലേ അത് ജനാധിപത്യം എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു നിയന്ത്രിതമായ ഭരണകൂടം എന്നതുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഓർഗാനും നൽകിയിരിക്കുന്ന അധികാരങ്ങൾ അവയുടെ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയന്ത്രിക്കപ്പെടണം. അതിനെയാണ് ഒരു ലിമിറ്റഡ് ഗവൺമെൻറ് എന്ന് പറയുക. അങ്ങനെ ഒരു സംവിധാനത്തിൽ ദ പവേഴ്സ് ഓഫ് ദി 3 organs of government are not concentrated in one person or in a body of persons. It is separated from, it's interconnected by the institution of checks and balances. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും ഗവൺമെൻറ്റിലെ 3 വിഭാഗങ്ങളായ നിയമനിർമ്മാണ സംവിധാനം, ഭരണനിർവഹണ വിഭാഗം, നീതിന്യായ സംവിധാനത്തിൻ്റെയും അധികാരങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാൻ പാടില്ല. അതൊരു വ്യക്തിയിലോ ഒരു കൂട്ടം വ്യക്തികളിലോ കേന്ദ്രീകരിക്കപ്പെടാൻ പാടില്ല. മറിച്ച് അത് സെപ്പറേറ്റ് ചെയ്യപ്പെടണം. എങ്കിൽ കൂടി അത് പരസ്പര ബന്ധിതവും ആയിരിക്കും. ഒരു കൂട്ടായ പ്രവർത്തനം ഈ 3 വിഭാഗങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കണമെന്നത് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ഒന്നാണ്. മറ്റൊന്ന് സോഷ്യോ എക്കണോമിക് ചെക്സ് ആൻഡ് ബാലൻസസ്. അപ്പോൾ സ്വാഭാവിക ഒരു സാമൂഹിക സാമ്പത്തികപരമായ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടായിരിക്കണം ഒരു ജനാധിപത്യത്തിൽ. കാരണം വ്യത്യസ്തങ്ങളായ പല മത, സാമുദായിക, സാമ്പത്തിക, സാംസ്കാരിക സംഘടനകൾ ഓരോ ജനാധിപത്യ സമൂഹത്തിലും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിലും ഉണ്ടായിരിക്കും. അവയുടെ താല്പര്യങ്ങളെ സപ്രസ് ചെയ്യുവാനോ നിയന്ത്രിക്കുവാനോ അല്ല ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ചെയ്യേണ്ടത്. ദർ ഈസ് arrangement of socio-economic checks and balances in a democratic state, as various groups are formed to protect and promote the specific interests. The political authority does not suppress the religious, communal, economic or cultural interests of any such group. So all these groups are free to operate. അപ്പോൾ ഈ ഗ്രൂപ്പുകൾക്കെല്ലാം സ്വതന്ത്രമായി പ്രവർത്തിക്കാം. അപ്പോൾ അതിനെ ഒരു ബാലൻസ് ചെയ്യുക, അതിനെ ഒന്നൊരു സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതൊരു ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ്. സോ there should be socio-economic checks and balances in a democratic system. Last one, that is political modernization and political acculturation. സോ അതൊരു പൊളിറ്റിക്കൽ മോഡേണൈസേഷനാണ്, രാഷ്ട്രീയമായ ഒരു ആധുനികവൽക്കരണമാണ്. സോ പൊളിറ്റിക്കൽ അക്കൾച്ചറേഷനാണ്, ഒരു രാഷ്ട്രീയ അവബോധമുണ്ടാക്കുകയാണ്. സോ ഒരു രാഷ്ട്രത്തെക്കുറിച്ച് ഒരു കുട്ടി പഠിക്കുന്നത് അല്ലെങ്കിൽ അവനെ പഠിപ്പിക്കുവാൻ, അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അവസരങ്ങളുണ്ടായിരിക്കും. ഡെമോക്രാറ്റിക് സ്റ്റേറ്റ്സ് സ്റ്റാൻഡ്സ് ഫോർ ദ പൊളിറ്റിക്കൽ മോഡേണൈസേഷൻ ആൻഡ് പൊളിറ്റിക്കൽ അക്കൾച്ചറേഷൻ ഓഫ് ദി മാസസ്. ഇറ്റ് ഡിസൈഡ്സ് മാക്സിമൈസേഷൻ ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ അഫെയർസ്. അപ്പോൾ അതിനു വേണ്ടി ഈ പൊളിറ്റിക്കൽ അക്കൾച്ചറേഷനും പൊളിറ്റിക്കൽ മോഡേണൈസേഷനും വേണ്ടി എന്ത് ചെയ്യണം? ജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഭരണകാര്യങ്ങളിൽ ഉറപ്പാക്കണം. സോ ഇറ്റ് ഡിസൈഡ്സ് മാക്സിമം ഓഫ് പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ ഇൻ പൊളിറ്റിക്കൽ അഫെയർസ് ആൻഡ് ദെയർബൈ എൻകറേജ് ബൈ പാർട്ടി ആൻഡ് മൾട്ടി പാർട്ടി സിസ്റ്റംസ് ടു ensure maximum participation of the people in the affairs of the government. It says that there should be more than one political party. If there is only one political party, the people may not have much choice. So there should be more than one political party. So there may be two-party system or multi-party systems. Two-party system means two major political parties may be there. So the people may have two options. Multi-party system means there may be more than two political parties. So അങ്ങനെ വരുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ പറയുന്നു,
രണ്ടോ അതിലധികമോ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനമാണ് ഒരു ജനാധിപത്യത്തിന് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ബോൾ, എ ഡെമോക്രാറ്റിക് സിസ്റ്റം ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ബോൾ എന്ന രാഷ്ട്രീയ ഫിലോസഫർ പറയുന്നു, ജനാധിപത്യത്തിന് ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചില സംവിധാനങ്ങൾ ജനാധിപത്യത്തിൽ ഉണ്ടായിരിക്കണം. അവ ഏതൊക്കെയാണ്? ഒന്ന്, ദർ ഈസ് മോർ ദാൻ വൺ പാർട്ടി. ആസ് ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് there should be more than one political party in a democratic state. If there is only one political party, that state cannot be considered as a democratic state. രണ്ടാമത്, the competition for power is open. അപ്പോൾ അധികാരത്തിലേക്കുള്ള അല്ലെങ്കിൽ അധികാര മത്സരത്തിൽ എല്ലാവർക്കും തുല്യ അവസരമാണ്. ഓൾ ആർ ഈക്വൽ, ഓൾ വിൽ ബി ട്രീറ്റഡ് ഈക്വലി. അതാണ് ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. മറ്റൊന്ന്, എൻട്രി ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ടു പൊസിഷൻ ഓഫ് പവർ ഈസ് റിലേറ്റീവ്ലി ഓപ്പൺ. ഏത് അധികാര സ്ഥാനത്തും ആർക്കും എത്തിപ്പെടാം. അവിടെ മറ്റൊരു തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല. കാരണം ജനാധിപത്യത്തിൽ ഭരണകൂടത്തിലേക്കുള്ള അല്ലെങ്കിൽ അധികാരത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വളരെ സ്വതന്ത്രമാണ്, അത് വളരെ ഓപ്പണാണ്. അതുപോലെ ദർ ആർ പീരിയോഡിക് എലക്ഷൻസ് ബേസ്ഡ് ഓൺ വൈഡ് ഫ്രാഞ്ചൈസ്. ഒരു ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയം അവിടെ സമയബന്ധിതമായ തിരഞ്ഞെടുപ്പുണ്ടായിരിക്കണം. ആൻഡ് വി നോ ദാറ്റ് it is through these elections the power of the people is transferred to the representatives. In a representative democracy, the country is ruled, every nation is ruled by the representatives, the chosen representatives. So this process is done by these periodic elections. അപ്പോൾ ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് വൈഡ് ഫ്രാഞ്ചൈസ്. സാർവത്രികമായ വോട്ടവകാശത്തിലൂടെ സമയബന്ധിതമായ തിരഞ്ഞെടുപ്പുകൾ ഏതൊരു ജനാധിപത്യത്തിനും അനിവാര്യമാണ്. മറ്റൊന്ന്, പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഏബിൾ ടു ഓപ്പറേറ്റ് ടു ഇൻഫ്ലുവൻസ് ഗവൺമെൻറ്റൽ ഡിസിഷൻസ്. ജനാധിപത്യത്തിൽ എല്ലാവർക്കും സ്വതന്ത്രമായ പ്രവർത്തന സംവിധാനങ്ങളുണ്ട്. ദർ മേ ബി പ്രഷർ ഗ്രൂപ്പ്സ് ഒരുപാട്, അല്ലെങ്കിൽ സമ്മർദ്ദ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ടാവാം. ഒരുപാട് ഗ്രൂപ്പുകൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവാം. സോ ദി പ്രഷർ ഗ്രൂപ്പ്സ് ആർ ഏബിൾ ടു ഓപ്പറേറ്റ് ടു ഇൻഫ്ലുവൻസ് ഗവൺമെൻറ്റൽ ഡിസിഷൻസ്. സർക്കാരിൻ്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കത്തക്ക രീതിയിൽ തന്നെ പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യങ്ങൾ സംഘടനകൾക്ക്, ഗ്രൂപ്പുകൾക്ക് ഉണ്ടായിരിക്കണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ. മറ്റൊന്ന്, സിവിൽ ലിബർട്ടീസ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ ദി ഗവൺമെൻറ്. ജനസമൂഹത്തിൻ്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും സംബന്ധിച്ച് ഒരു അംഗീകാരം, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കപ്പെടുകയാണ് സർക്കാർ അംഗീകരിക്കുകയാണ്. അതിനെ അംഗീകരിക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൻ്റെ അനിവാര്യതയാണ്. ഒരു ജനാധിപത്യത്തിൽ ഓരോ വ്യക്തിയും സ്വതന്ത്രനാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. മറ്റൊന്ന്, ദർ ഈസ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി. There should be independent judiciary in a democratic system. So judiciary is considered as the guardian of democracy, guardian of the constitution. So only in a democratic system we can see an independent judicial system. Every organ of government, as we have seen that there are 3 departments in every government: legislature, executive and judiciary. The third organ, judiciary, is free to act. It is not controlled by any other 2 departments. So that is what one of the features or one of the characteristics of democracy. There should be independent judicial system in a democracy. The last one, that is, the mass media is not monopolized by the government. We have seen that, especially in a single party system, the mass media is not free. They cannot act according to their wishes. And the area of media section actually is monopolized by the government. It is controlled by the government. But in a democratic system, the mass media is not monopolized by the government and have within certain limits freedom to criticize the government. And the mass media
has been given the power, given the right to criticize the government in a certain limit. But this cannot be seen in an autocratic system of government. This can be seen only in a democratic system of government. So, this is what the basic characteristics of democracy according to Ball. And today we have been discussing of the basic postulates of democracy. There are certain postulates necessary for the smooth functioning of democracy. And the first one, that is government of the people. And the government, actually the government of the people. So the government, the people rule the country through their chosen representatives. And these representatives are working on behalf of the people. Second one, there is a free legislative body to make laws and a government based on democratic order. So there should be an independent department to make laws, legislate. Then limited government. There are three departments in every government: legislature, executive and judiciary. Each department has been given certain powers to exercise. No department is allowed to or permitted to encroach in the affairs of the other department. So the separation of power, that's what it means. There is no concentration of power in democratic system. The power is divided among three departments. And fourth one, that is socio-economic checks and balances. There may be various groups, various religious, communal, economic and cultural groups in a society. Especially in a democratic system, these groups are not suppressed by the government. Every group has been given the power to operate, and they are not controlled by the, or there may be a limited control, but there is no suppression by the government. Then political modernization and political acculturation. So political modernization it ensures that maximum participation of the people in the political affairs of the state. And this system encourages biparty or multi-party system where the people may get more choices. They may not be forced to have faith in one political ideology. So in a democracy, there should be more than one political party. Then we had seen that there are certain characteristics of democracy, and these characteristics are propounded by political philosopher Ball. And there should be one political party, and the competition of power is open to all. Entry and recruitment to position of power is relatively open. There are periodic elections based on wide franchise. Pressure groups are able to operate to influence governmental decisions. Civil liberties are recognized and protected by the government. There is independent judiciary. The mass media is not monopolized by the government and have, within certain limits, freedom to criticize the government. In short, it says that democracy is a form of government in which everyone has equal share. Today we see the second type of democracy, indirect or representative democracy. In the system, the government is run by, government is the country is ruled by chosen representatives. That is what representative democracy. So there are certain postulates needed, basic postulates needed for democracy. This is what the subject, this is what the topic we discuss today. Thank you.